എല്ലാവർക്കും നമസ്കാരം. ധ്വനി കലാലയത്തിൻ്റെ ഈ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വട്ടം കോർക്കുന്നത് എങ്ങനെ നമുക്കത് പഠിക്കാം ഈ വീഡിയോയിലൂടെ. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഇതിലത്തെ കണ്ടൻറ്റ് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒട്ടും മറക്കരുത്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി കഴിഞ്ഞാൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. വട്ടം ആടുന്ന വീഡിയോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. ഇടയ്ക്ക് കോർക്കുന്നതായിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു വീഡിയോ പിന്നെയും ചെയ്തിട്ടുണ്ട്. വട്ടം കോർക്കുന്നത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാൻ പറ്റുമോ എന്ന് ഒരു സബ്സ്ക്രൈബർ ചോദിച്ചിരുന്നു. അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വട്ടം കോർക്കാം. ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ. വട്ടത്തിൻ്റെ ചരട് എത്ര നീളം ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 4.5 മാറ്. ഒരു മാറ് നീളം ഇങ്ങനെ നമ്മൾ 2 കൈയും എടുത്തതിന് ശേഷം നീട്ടി പിടിച്ചിട്ടുള്ള ഇതാണ് ഒരു മാറ് നീളം. അങ്ങനെ 4 മാറ്, 4.5 മാറ്. മാറ് നീളം. കുറച്ച് കൂടുതലുണ്ട് ഇത്. ചരടിന് എന്തെങ്കിലും ഡാമേജ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നീളം ഇരുന്നോട്ടെ എന്ന് വിചാരിച്ചിട്ട് അവർ കുറച്ചും കൂടി കൂടുതൽ വയ്ക്കും. അപ്പോൾ 4.5, 4.25 മാറ് നീളം ചരടിനുണ്ടാവും. 2 വട്ടങ്ങൾ. ഇത് ചെറിയൊരു ഡാമേജ് ഉണ്ട് കേട്ടോ. ഇത് നോക്കണ്ട. അതുപോലെ ചെറുതായിട്ട് ചെറിയൊരു ഡാമേജ് ആയിട്ടുണ്ട്. അതപ്പോൾ ഞാൻ ഒട്ടിച്ചതാണ്. സാധാരണ ഒട്ടിക്കുന്നത് ഇങ്ങനത്തെ കളറുള്ള സെലോ ടേപ്പിലല്ല. വേറൊന്നും കിട്ടിയില്ല. പെട്ടെന്ന് ഒരു പ്രോഗ്രാം സ്ഥലത്തുനിന്ന് പെട്ടെന്ന് ഒട്ടിച്ചതാണ്. ലൈറ്റ് ആൻഡ് സൗണ്ടിൻ്റെ ആൾക്കാരോട് ചോദിച്ചിട്ട് അത് ഒട്ടിക്കേണ്ട ഒരവസ്ഥ വന്നു. വട്ടം കോർക്കുന്നത് ഇങ്ങനെയാണ് കുറ്റിയിരിക്കുക. അതായത് ഈ ഭാഗമാണ് നമ്മൾ കൊട്ടുന്ന ഭാഗമായിട്ട് വരുന്നത്. അപ്പോൾ ഇതിങ്ങനെയാണ് വയ്ക്കുക. ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. തിരിച്ചിങ്ങനെയല്ല, ഇങ്ങനെയാണ് വയ്ക്കേണ്ടത്. അപ്പോൾ ഇങ്ങനെയല്ല കോർക്കുക. കുറ്റി ഇങ്ങനെ വെച്ചിട്ട് കോർക്കില്ല. ഞാനിത് കാണിക്കാൻ വേണ്ടി വെച്ചു എന്ന് മാത്രം. ഇത് രണ്ടും കയ്യിൽ പിടിച്ചിട്ട് തന്നെയാണ് കോർക്കുക. ഇനി ഇവിടുന്ന് കോർത്ത് തുടങ്ങുകയാണ് ചെയ്യുക. അപ്പോൾ ഈ കോർക്കുന്ന സമയത്ത് ഈ ചരട് ആ രീതിയിലല്ലാതെ എടുത്ത് പോയി കഴിഞ്ഞാൽ ഈ കയറാകെ ലോക്കാവും. അപ്പോൾ കോർക്കുന്ന സമയത്ത് വൃത്തിയായിട്ട് കയർ എങ്ങനെയാണ് എടുത്ത് പോകേണ്ടത് എന്നുള്ള കാര്യത്തിൽ നല്ല ശ്രദ്ധ വേണം. കോർത്ത് വരുന്ന സമയത്ത് കയർ തിരിഞ്ഞു പോയാലും ഇതാകെ ലോക്കായി പോവും. അപ്പോൾ നമുക്ക് കാണാം. ആദ്യത്തെ കൊട്ടുവട്ടത്തിൽ ആദ്യത്തെ ഈ പൊടുപ്പ് ഇങ്ങനെ നിൽക്കുന്ന ഭാഗത്തിനൊരു കെട്ട് കെട്ടാണ്ട്. ഈ കെട്ട് കെട്ടിയതിന് ശേഷമാണ് നമ്മൾ ഈ വട്ടം വെച്ചിട്ട് കോർക്കാൻ തുടങ്ങാം. സാധാരണ രീതിക്ക് നമ്മൾ ഇടയ്ക്ക് വാങ്ങിക്കുന്ന സമയത്ത് വട്ടത്തിൽ കയറ് കോർത്തിട്ടാണ് നമുക്ക് കിട്ടാറുള്ളത്. ഇനി അങ്ങനെയല്ല വിചാരിക്കുക. ഇതെല്ലാം വേറെയാണ് എന്ന് വിചാരിക്കുക. കയറ് വേറെ, വട്ടം വേറെ. അങ്ങനെയാണെങ്കിൽ ഈ കയറിന് ഇവിടെ ഒരു കെട്ട് കെട്ടാണ്ട്. ആ കെട്ട് എങ്ങനെയാണെന്നും കൂടി നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതെങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ കണ്ടോ, ഇതെങ്ങനെയാണ് കിട്ടുന്നതെങ്കിൽ ഈ കയറിനെ ഒന്നിങ്ങോട്ട് മടക്കുക. ഒന്നിങ്ങോട്ട് മടക്കിയതിന് ശേഷം ഈ കയറിനെ ഇവിടെ തന്നെ വെച്ച് കെട്ടുക. സാധാ കെട്ടന്നെ. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക. ഒരിക്കലും പൊടുപ്പിൽ പിടിച്ചിട്ട് ഒരിക്കലും വലിക്കരുത്. ഈ കയറിൽ പിടിച്ചിട്ട് തന്നെ വലിക്കുക. കണ്ടില്ലേ? സാധാ കെട്ടന്നെയാണ്. അതിനെ ഡബിൾ ആക്കുക. ഒന്നും കൂടി ഞാൻ കാണിച്ചു തരാം. ഇത്രയാക്കുക. കണ്ടോ? ഈ കയറിലാണ് നമ്മൾ അവസാനത്തെ കെട്ടുക. അതാണ് ഈ ഒരു ഡബിളായിട്ട് കെട്ടി ഇവിടെ ഇടേണ്ട കയർ. ആദ്യം തന്നെ നമ്മൾ ഇതാണ് ചെയ്യുക. ഇത് സാധാ കെട്ട് കേട്ടോ. ഈ കെട്ടിനെ നമ്മൾ ഈ അറ്റത്തേക്ക് കൊണ്ടുവരണം. ഇവിടെ കയറ് വേസ്റ്റായി പോവാതെ അറ്റത്തേക്ക് തന്നെ കൊണ്ടുവരണം.
കയറ് നന്നായിട്ട് ടൈറ്റ് ആയിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തും കൂടി വേണം കേട്ടോ. കണ്ടില്ലേ, ഈ ഒരു കയറിൻ്റെ അവസാനമാണ് കെട്ട് വരിക. ഈ കയറിൽ നിന്നാണ് നമ്മൾ കോർക്കാൻ തുടങ്ങുക. അവസാനിക്കുന്നത് ഈ കയറിലുമാണ് കേട്ടോ. ഇനി ഈ പൊടുപ്പ് നിൽക്കേണ്ടത് ഇങ്ങനെയാണ്. അപ്പോൾ ഇതിങ്ങനെ തന്നെ വയ്ക്കുക. ഇതാണ് കൊട്ടുന്ന ഭാഗം ഇവിടെയാണ്. അപ്പോൾ ഈ കയറ് മുന്നിൽ, ഈ പൊടുപ്പ് മുന്നിലേക്കാണ് വരേണ്ടത്. ഇങ്ങനെ തന്നെ വയ്ക്കുക. ഇവിടെ ഒരു ഹോളുണ്ട്. ആ ഹോളിൽ കൂടെ ഈ കയറ് കോർത്ത് തുടങ്ങാം നമുക്ക് കേട്ടോ. ഒന്നും ഉള്ളിക്കാവരുത്. അതായത് നമ്മളിങ്ങനെ കോർക്കുന്ന സമയത്ത് ഇത് ഉള്ളിക്കായി പോയി കഴിഞ്ഞാൽ ഇവിടെ ഉള്ളിക്കാവരുത്. എല്ലാം പുറത്തു കൂടെ തന്നെ കയറിനെ പരമാവധി കൊണ്ടുവരാൻ നോക്കുക. നമ്മൾ കോർക്കുന്ന സമയത്ത് ചിലപ്പോൾ കയർ അങ്ങോട്ടായോ ഇങ്ങോട്ടായോ എന്നുള്ള സംശയം നല്ലോണം വരാൻ സാധ്യതയുണ്ട്. പുതിയ കയറാകുന്ന സമയത്ത് കയറിൻ്റെ ആ വലിവ് മാറാതെ നിൽക്കുന്നത് കൊണ്ട് നല്ലോണം കെട്ട് വരാൻ സാധ്യത കൂടുതലാണ്. ഇപ്പോൾ ഇതിങ്ങനെയായി, കണ്ടില്ലേ, ഇങ്ങനെ വന്നു. ഇനി ഇതിനെ ഇവിടെ ഒരു കെട്ട് കെട്ടണം. ഇവിടെ ഒരു കെട്ട് കെട്ടാനുള്ളത് ഇതിനെ പുറത്തു കൂടെ എടുക്കുക. പുറത്തു കൂടെ എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ ഈ കയറിനെ മുഴുവനും കൊണ്ടുവരിക. മനസ്സിലായി വിചാരിക്കണു. അതായത് നമ്മളിപ്പോൾ വലിച്ച് ഇപ്പോൾ കോർത്ത ചരടാണത്. ഇതിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കൊണ്ടുവന്നിട്ട് ഇവിടെ ടൈറ്റാക്കുക. മനസ്സിലായി? ഇവിടെ ടൈറ്റാക്കുക. ടൈറ്റാക്കിയതിന് ശേഷം ഈ കയറിൻ്റെ അറ്റം എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ വലിച്ചു കൊണ്ടുവരാം. കണ്ടില്ലേ, ഇതിൻ്റെ ഉള്ളിൽ കൂടെ കൊണ്ടുവരിക. ഇപ്പോൾ അത് ടൈറ്റായി. ഇനി കയറിങ്ങനെ നിന്നോളൂ. ഇനിയാണ് നമുക്ക് ഈ വട്ടം എടുക്കുക. ഈ വട്ടം എടുത്ത് വയ്ക്കുന്ന സമയത്ത് ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതിങ്ങനെയാണെങ്കിൽ ഇത് പുറത്തേക്കാണ് വരേണ്ടത് കേട്ടോ. ഈ ഭാഗം ഫ്രണ്ടിലേക്കും ഇത് പുറത്തേക്ക് നേരെ തിരിഞ്ഞ് ഇങ്ങനെ ആക്കി വയ്ക്കരുത്. നേരെ തിരിച്ചിട്ട് തന്നെയാണ് വരേണ്ടത്. മനസ്സിലായി വിചാരിക്കുന്നു. പുതിയ കയറായതുകൊണ്ട് പുതിയ കയറ് വാങ്ങിച്ചിട്ട് കോർക്കുന്ന ആൾക്കാർ ശ്രദ്ധിക്കുക. അതാ ഈ ഒരു അനുഭവം നിങ്ങൾക്കും വരാം. അതായത് കെട്ട് പണയും നല്ലോണം. കെട്ട് പണയാതിരിക്കാൻ പരമാവധി കയറ് വലിച്ചിട്ട് നമുക്ക് അടുത്ത കയറ് കോർക്കാൻ പാകത്തിന് അത് ഇടുകയും വേണം. അല്ലെങ്കിൽ അതങ്ങനെയൊക്കെ വരും. അപ്പോൾ ഈ കോർക്കുന്നതിൻ്റെ ഇടയിൽ ഇതൊക്കെ നമുക്ക് പണിയായിട്ട് മാറും. അപ്പോൾ ഈ കയറിടുന്നത്, ആദ്യത്തെ കയറിടുന്നത് വലത്തെ ഭാഗത്തു കൂടെ, വലത്തെ ഭാഗത്തേക്കുള്ള ഹോളിൽ കൂടെയാണ്. ഒരിക്കലും ഇതെന്നല്ല, എല്ലാം പുറത്തു കൂടെയാണ്. എല്ലാം പുറത്തു കൂടെ. ഇനി ഈ കയറിനെ വലിച്ചിട്ട് അടുത്ത ഹോളിലേക്ക് അപ്പം തന്നെ ഇട്ട് വയ്ക്കാം. മാറിപ്പോകരുത്. ഇതെന്ന് വന്നു കഴിഞ്ഞാൽ ആദ്യ പുറത്തു കൂടെയാണ്, ഉള്ളു കൂടെ അല്ല. ഇങ്ങനെയല്ല, ആദ്യ പുറത്തു കൂടെ. ഇതിപ്പോൾ തന്നെ ഇട്ട് വയ്ക്കാം. ഇത് നൈലോണിൻ്റെ കയറായതുകൊണ്ട് ഇതിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ സാധാരണ കോർക്കാറുള്ളത് ഒരു ഹോൾ കൂടെ ഇട്ട് ഇങ്ങനെ അതിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞ് ഇത് ആദ്യത്തെ കയറാണ് വലിച്ച് കോർക്കുക. ചരടായതുകൊണ്ട്, ഇത് നൈലോണിൻ്റെ ആയതുകൊണ്ട് കുറച്ച് നമുക്ക് എളുപ്പമാണ്. ഇതല്ല, അത് പുതിയ കയറായാൽ ഇങ്ങനെ അതിൻ്റെ ഒരു വലിവ് തീരുന്നവരെ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും കോർക്കാൻ. ഇതിങ്ങനെ വളഞ്ഞ് വളഞ്ഞ് ഇങ്ങനെ കിടക്കും കോർക്കുന്ന സമയത്ത്. അതേപോലെ തന്നെ നമ്മൾ ആ കയറെടുക്കുക.
കയറെടുത്തതിന് ശേഷം ഈ കയർ ഒരിക്കലും താഴത്തേക്ക് വരാതെ നോക്കുക. ഇപ്പോൾ നമ്മൾ അവിടുന്ന് കോർത്ത് വന്ന കയർ താഴത്തേക്ക് വന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടി ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുന്ന സമയത്ത് ഈ കയർ ലോക്കായി പോകും. അപ്പോൾ അത് പരമാവധി ഈ കയർ ഇങ്ങോട്ട് പിടിക്കുക, ഈ വിരലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടുക, ഈ വിരലിൻ്റെ ഉള്ളിലേക്ക് അങ്ങോട്ട് ഇടുക ഈ കയറിനെ. എന്നതിന് ശേഷം ഈ കയറെടുത്തിട്ട് പുറത്തു കൂടി ഇടുക, പുറത്തു കൂടി ഇടുക, വലിക്കുക. ഇപ്പോൾ കയറ് വലിഞ്ഞു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ കെട്ട് പിണയുന്നതൊക്കെ കുറേയൊക്കെ മാറും. അപ്പോൾ അടുത്ത തവണ നമ്മൾ വട്ടം പൊളിഞ്ഞിട്ട് കോർക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വേറെ വട്ടത്തിലേക്ക് കയറ് മാറ്റി കോർക്കുന്ന സമയത്ത് ഇത്ര ബുദ്ധിമുട്ടുണ്ടാവില്ല. കയറൊന്നും വലിഞ്ഞാൽ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇതിലേക്ക് ഇടുക, അതിൻ്റെ അറ്റം എടുക്കുക, ഹോള് മാറിപ്പോകരുത്. ഓരോ ഹോള് നോക്കിയിട്ട് തന്നെ കോർക്കണം. ഈ 2 വട്ടം ഇങ്ങനെ പിടിച്ച് മാനേജ് ചെയ്യൽ എളുപ്പമല്ല. കുറച്ച് ക്ഷമിച്ചിരുന്ന് കഴിഞ്ഞാൽ എല്ലാം നടക്കും. സ്പീഡിൽ ചെയ്യുന്ന കാര്യം ആദ്യം തന്നെ നോക്കണ്ട. കണ്ടോ, ഇനി നമുക്ക് ഒരു ഹോളും കൂടി ഉണ്ട്. ഈ കയറിനെയാണ് നമ്മൾ ആദ്യം നേരത്തെ പറഞ്ഞ ഡബിൾ കയറിൻ്റെ ഉള്ളിൽ കൂടെ വരുത്തേണ്ടത്. ഇനി ഈ കയറിനെ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഇടാം. അങ്ങനെയാണ് വട്ടം കോർക്കുക. ഇവിടെയുള്ള കെട്ട് നമുക്ക് ഇടയ്ക്ക കുറ്റി വെച്ചിട്ട് നമ്മൾ കെട്ടുന്നതും ഈ ഒരു കെട്ടാണ്. വളരെ എളുപ്പത്തിലുള്ളൊരു കെട്ട് നമ്മൾ ആദ്യം പഠിക്കാൻ നല്ലത്. 2-3 തരത്തിൽ കെട്ടാറുണ്ട്. വളരെ എളുപ്പത്തിലുള്ള ഒരു കെട്ട്, അതായത് സാധാരണ നമ്മളൊരു കയർ എങ്ങനെയാണ് കെട്ടുന്നത്, ഈ ഒരു കെട്ടാണ് വരേണ്ടത്. നമുക്കൊന്ന് കുറ്റി വെച്ചിട്ട് ഈ കെട്ടിനെ ഒന്നും കൂടി നമുക്ക് മനസ്സിലാക്കാം. അപ്പോഴാണത് കുറച്ചും കൂടി വൃത്തിയായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് ഒരു കുറ്റി ഇതിൻ്റെ ഉള്ളിലേക്ക് വയ്ക്കാം. കയറെല്ലാവിടേക്കും ഒന്ന് സെയിം ആവാൻ നമുക്ക് ഇത് പിടിച്ചിട്ട് ഒന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. കുറ്റി വയ്ക്കാൻ പാകത്തിന് ഒരു ഗ്യാപ്പ് ഇതിൽ വരുത്തിയതിന് ശേഷമാണ് കുറ്റി വയ്ക്കേണ്ടത്. കുറ്റി അതിൻ്റെ ഉള്ളിലേക്ക് നല്ലോണം തിരികെ ടൈറ്റായിട്ടുള്ള ഒരു രീതിയിലേക്ക് കൊണ്ട് വയ്ക്കരുത്. കയർ അതിനനുസരിച്ചിട്ട് എടുത്ത് ലൂസാക്കിയതിന് ശേഷം മാത്രം കുറ്റി വയ്ക്കാൻ പാടുള്ളൂ, അല്ലെങ്കിൽ തോല് ഡാമേജ് ആവും. ഇതിപ്പോൾ ഇങ്ങനെയാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ലൂസായിട്ടുള്ള കയറൊക്കെ ടൈറ്റായിട്ടുള്ള സ്ഥലത്തേക്ക് കൊണ്ടുവരാം. കണ്ടോ, ഇത്രയേ ഉള്ളൂ പണി. ഇനി നമുക്കതിനെ മടിയിൽ വെച്ചിട്ട് ഈ പൊടുപ്പ് നമ്മുടെ നേരെ സെൻറ്റർ വരുന്ന രീതിയിൽ ഇടയ്ക്ക് വെച്ചിട്ട് ഈ കൈ ഇതിൽ പിടിക്കുക. കൈ ഇതിൽ പിടിച്ച് പരമാവധി ഒരു വലിവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കയറിനെ എടുത്തു കൊണ്ടുവരിക.
ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതവിടെ വിടരുത്. വലിച്ചു കഴിഞ്ഞാൽ ഈ കൈ കൊണ്ട് ഇതൊന്ന് പിടിക്കുക വേണം. അല്ലെങ്കിൽ ഇത് വലിച്ചത് അവിടെ വിട്ട് കഴിഞ്ഞാൽ ആ വലിവ് പിന്നെ അതിലേക്ക് തന്നെ പോവും. അപ്പോൾ എല്ലാവർക്കും ഈക്വൽ ആവണം അതിൻ്റെ വലിവ്. ഇനിയാണ് ആ ഒരു കെട്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ അവസാനത്തെ കെട്ട് ഈ ഡബിൾ കയറിൻ്റെ ഉള്ളിൽ കൂടെ ഇട്ടു. അപ്പോൾ ഈ കയറ് വലിവ് വന്നത് നമ്മളൊന്ന് ടൈറ്റ് ആക്കിയതിന് ശേഷം ഇത് വിട്ട് കഴിഞ്ഞാൽ അതാ കണ്ടോ, ഇത് പോവും. ഇതൊരിക്കലും വിടരുത്. നമ്മൾ വലിച്ചു വന്നത് ഒരിക്കലും വിടാതെ ഇവിടെ ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതായത് ഈ കയറിലല്ല, ഈ കയറിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. കണ്ടോ, ഈ കയറിൽ ടൈറ്റ് ചെയ്ത് പിടിക്കുക. ടൈറ്റ് ചെയ്ത് പിടിച്ചതിന് ശേഷം വളരെ സിമ്പിളാണിത്. ഇത് അതിൻ്റെ ഉള്ളിൽ കൂടെ എടുക്കുക. ഉള്ളിൽ കൂടെ എടുത്തത് വലിച്ച് മേലേക്ക് വലിക്കുക. താഴേക്ക് വലിക്കരുത്, മേലേക്ക് വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായി. ഇത്രയേ ഉള്ളൂ. ഇനി ഇത് അഴിക്കാനും വളരെ എളുപ്പമാണ്. ആ കെട്ടിൽ പിടിച്ചിട്ട് ഒന്ന് താഴ്ത്തി കഴിഞ്ഞാൽ ഇത് ഇതാ സുഖമായിട്ട് വലിക്കാൻ പറ്റും. ഈ കയറ് ഇങ്ങനെ പിടിച്ചതിന് ശേഷം ഈ കെട്ടിനെ മേലേക്കാണ് വലിക്കേണ്ടത്, താഴേക്കല്ല, മേലേക്ക് കേട്ടോ. കണ്ടില്ലേ? കോർക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ എല്ലാം ഞാൻ ഇടയ്ക്ക് കോർക്കാം എന്ന് പറയുന്ന ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. കോർക്കുന്ന സമയത്ത് ഞാൻ ഒന്നുകൂടി പറയാം. കോർക്കുന്ന സമയത്ത് കുറ്റി വട്ടത്തിൻ്റെ നടുവിലല്ലേ എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം വേണം ടൈറ്റ് ചെയ്യാൻ. അപ്പോൾ ടൈറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ അത് ശ്രദ്ധിച്ച് കൈ ഇങ്ങനെ അതിലേക്ക് ഒന്ന് വെയിറ്റ് കൊടുത്തതിന് ശേഷമാണ് ഈ കയറ് നമ്മൾ ടൈറ്റാക്കി കൊണ്ടുപോകും. ഒരു കൈ കൊണ്ട് തന്നെ ടൈറ്റാക്കി, പരമാവധി ഒരു കൈ കൊണ്ട് തന്നെ ടൈറ്റാക്കി കൊണ്ടുവരിക. ഈ കൈ ഇവിടെ തന്നെ വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒരു കൈ കൊണ്ട് ടൈറ്റാക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിങ്ങനെ പിടിക്കുക, കണ്ടോ, ഈ രീതിയിൽ ടൈറ്റാക്കിയിട്ട് വരിക. ഈ രീതിയിൽ ടൈറ്റാക്കിയിട്ട് വരിക. ഇപ്പോൾ ആദ്യം ലൂസായി. അപ്പോൾ ലൂസായി കഴിഞ്ഞാൽ ഈ കയറിനെ ഒന്ന് ലൂസാക്കിയതിന് ശേഷം ഇതാ കണ്ടോ, കയറിനെ ഒന്ന് ലൂസാക്കുക. ലൂസാക്കിയതും ഇവിടെയാണ് കയറ്, നമ്മൾ വലിച്ച കയറെല്ലാം വരുന്നത് ഇവിടെയാണ്. അപ്പോൾ ഈ കയറിനെ ഒന്ന് മേലേക്ക് പിടിച്ച് വലിക്കുക, ഇതിനെ ഒന്നുകൂടി ടൈറ്റ് ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ഒരിക്കലും ഒരു കാര്യം കൂടി പറയട്ടെ, ഒരിക്കലും ഈ കയറിൽ പിടിച്ചിട്ട് ഒരിക്കലും ഇടയ്ക്ക് എങ്ങനെ തൂക്കരുത്. അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട്, കുറ്റിനാടയിൽ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് വേണം ഇടയ്ക്ക് അങ്ങനെ തൂക്കാൻ. ഒരിക്കലും കയറിൽ പിടിച്ച് മാത്രം ഇടയ്ക്ക് എടുക്കരുത്. ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വ്യക്തമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. അപ്പോൾ നമുക്ക് അടുത്ത ഒരു വീഡിയോ ആയിട്ട് വേഗം നിങ്ങളുടെ മുന്നിലേക്ക് വരാം. അതുവരേക്കും നമസ്കാരം. ഞാൻ ഈ ഇടയ്ക്കൊന്ന് കുറക്കട്ടെ, ശബ്ദം എങ്ങനെയാണ് നോക്കട്ടെ കേട്ടോ. ശരി.